ഇത് പറയുമ്പോൾ ഒരു ഘനഗംഭീരമായ ചോദ്യം ചോദിക്കാറുണ്ടാവും. നിങ്ങൾ ജയിച്ചവിടെ പോയാൽ എന്ത് ചെയ്യും ആണ് ചോദ്യം. ആ ചോദ്യം ഞങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞങ്ങൾ ജയിച്ചവിടെ പോയാൽ RSS BJP വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി കൈവക്കും. ഇതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി കോൺഗ്രസിനുണ്ടോ? അഥവാ ആരെങ്കിലും ഇവിടെ നിന്ന് കോൺഗ്രസ്സായി ജയിച്ചു പോയാൽ, അഥവാ ലോക്സഭയിൽ ഒരു തൂക്ക് പാർലമെൻറ്റ് വന്നാൽ, ഹങ് പാർലമെൻറ്റ് വന്നാൽ, അതൊരു സന്നിഗ്ധാവസ്ഥയാണ്. തൂക്ക് പാർലമെൻറ്റ് വന്നാൽ എന്താണ് കീഴ്വഴക്കം? ഏറ്റവും വലിയ ഒറ്റക്കക്ഷിക്ക്, ദ സിംഗിൾ ബിഗസ്റ്റ് ഫോർമേഷൻ, കക്ഷിയോ കൂട്ടുകെട്ടുമാകാം, ദ സിംഗിൾ ബിഗസ്റ്റ് ഫോർമേഷനെ രാഷ്ട്രപതി സർക്കാർ രൂപീകരിക്കാൻ വിളിക്കണം. ആദ്യത്തെ അവസരം അവർക്കുള്ളതാണ്. സങ്കല്പിക്കാം നമുക്ക്, തൂക്ക് പാർലമെൻറ്റ് അതിലെ ഏറ്റവും വലിയ ഫോർമേഷനായി NDA മാറുന്നു സങ്കല്പിക്കുക. അങ്ങനെ വന്നാൽ ആ NDAയെ രാഷ്ട്രപതി സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നു. ഇതെല്ലാം സാങ്കല്പികമാണ്. അങ്ങനെ വന്നാൽ ആ രാത്രിയിൽ അദാനിമാർ രംഗത്ത് വരും. BJPക്ക് വേണ്ടി MP മാരെ വിലക്കെടുക്കാൻ. പൊള്ളാച്ചിയിലെ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട് അവിടുത്തെ കാളച്ചന്തയെപ്പറ്റി. പൊള്ളാച്ചിയിലെ കാളച്ചന്തയെ പോലെ അവർ പാർലമെൻറ്റിനെ കാളച്ചന്തയാക്കി മാറ്റും. അവിടെ കാളയ്ക്ക് വില പറയും പോലെ അദാനിമാർ MP മാർക്ക് വില പറയും. ആ വില ലക്ഷങ്ങളിലായിരിക്കില്ല, കോടികളിലായിരിക്കും. കോടികൾ വെച്ച് നീട്ടി അദാനി BJPക്ക് വേണ്ടി ആളെ ആവശ്യപ്പെട്ടാൽ ആ കോടികൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാൻ ചങ്കുറപ്പുള്ള എത്ര പേരുണ്ടാക്കും കോൺഗ്രസ്? ഇത് ഞങ്ങളുടെ ചോദ്യമാണ്. എത്ര പേരുണ്ടാക്കും കോൺഗ്രസ്? ഉത്തരമാണ് ഞങ്ങൾക്ക്. രണ്ടാമത്തേത് ഒരു സാധ്യതയുള്ളത്, ഈ പറയുന്ന അദാനിക്ക് പുറമെ ആ രാത്രിയിൽ EDയും CBIയും റവന്യൂ ഇന്റലിജൻസും എല്ലാം രംഗത്ത് വരും ആ രാത്രിയിൽ. എന്നിട്ട് ഓരോ MPയുടെയും വീട്ടുപതുക്കൾ പോയിട്ട് ഇങ്ങനെ മുട്ടി വിളിക്കുമ്പോൾ അവർ പറയാൻ പോകുന്നത് 2012 റിട്ടേൺസിൽ ചെറിയ ചില പാകപ്പിഴയെല്ലാം കാണുന്നുണ്ട്, ക്ലാരിഫിക്കേഷൻ വേണം. അതുകൊണ്ട് സാർ നാളെ രാവിലെ ഒന്ന് ED ഓഫീസിലേക്ക് വരണം, അത് മാത്രം മതി. അങ്ങനെ കേട്ടാൽ മുട്ടുകൂട്ടിയിടിക്കും പല കോൺഗ്രസ് MP മാരുടെയും. അവർ കമഴ്ന്നു വീണ് പറയും, ഞങ്ങൾ കൈപൊക്കിക്കൊള്ളാം BJPക്ക് വേണ്ടിയെന്ന്. ഇത്ര വിഗതവസ്ഥ വന്നാലും കഴുത്തിന് മേൽ ജീവനുണ്ടെങ്കിൽ BJPക്ക് വേണ്ടി കൈവക്കില്ല എന്ന ഉറപ്പാണ് ഞങ്ങളുടെ ഉറപ്പ്. ഈ നാടിനോട് ഇടതുപക്ഷം കൊടുക്കുന്ന ഇളകാത്ത ഉറപ്പ് ആ ഉറപ്പാണ്. ആ ഉറപ്പിനെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഉറപ്പിനെ പിന്നോക്കക്കാരും ദളിതരും ന്യൂനപക്ഷങ്ങളും ആദിവാസികളും അടക്കമുള്ള എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ആ ഉറപ്പിനെ മതേതര മൂല്യങ്ങളെ മാനിക്കുന്ന മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും പിന്താങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മനുഷ്യരുടെയും വോട്ടിനെ അടിസ്ഥാനമാക്കി പറയുന്നു, ഞങ്ങൾ ജയിക്കാൻ വേണ്ടി പോരാടുകയാണ്. ആ ജയം 100% ആയിരിക്കും. അതെനിക്ക് പറയാം.